ഹായ് ഓൾ, ഞാൻ സൂസൻ. അടുത്ത കഥയായിട്ട് ഞാൻ പിന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം നൊസ്റ്റാൾജിക് സ്റ്റോറി ഒന്നും അല്ല, പക്ഷെ എൻ്റെ റിയൽ ലൈഫ് സ്റ്റോറിയാണ്. വളരെ അപൂർവമായിട്ടുള്ള ഒരു കാലത്തെ കൂടെയാണ് നമ്മളെല്ലാവരും ഇപ്പോൾ കടന്നു പോകുന്നത് അല്ലേ. മറ്റൊന്നുമല്ല, ഈ കൊറോണ കാലം തന്നെ. നമ്മൾ ജോലി ചെയ്യണവരുണ്ട്, ബിസിനസ് ചെയ്യുന്നവരുണ്ട്, സെൽഫ് എംപ്ലോയീസ് ഉണ്ട്. നമ്മളെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കുടിലെന്നോ കൊട്ടാരമെന്നോ ഒന്നും ഒരു വ്യത്യാസമില്ലാതെ ഈ കൊറോണയുടെ ആഫ്റ്റർ എഫക്ട്സ് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജോലി ചെയ്യണവരാണെങ്കിൽ പലർക്കും ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. അപ്പോൾ അവർക്ക് ജോലി പോയതിൻ്റെ വിഷമം, അല്ലെങ്കിൽ ജോലി പോകുമോ എന്നുള്ള ആ ഒരു പേടിയിലുള്ള ജീവിതം. ബിസിനസ്സുകാർക്കാണെങ്കിൽ ബിസിനസ് ഇനി എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ള ആശങ്കകൾ, അങ്ങനെ പലതും. ഈ കഴിഞ്ഞ ദിവസം ഒക്കെ ആയിട്ട് പേപ്പറിൽ ഇങ്ങനെ പല വാർത്തകളും വായിച്ചു. അപ്പോൾ അതിൽ എന്നെ സ്ട്രൈക്ക് ചെയ്ത ചില വാർത്തകൾ എന്താണെന്ന് വെച്ചാൽ, ജോലി നഷ്ടപ്പെട്ടതിൻ്റെ മാനസിക സമ്മർദ്ദം മൂലം, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടതിൻ്റെ സാമ്പത്തിക ബാധ്യത മൂലം ജീവൻ ഒടുക്കേണ്ടി വന്നു. അത് ചെയ്തവർ പലരും വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള വലിയ വലിയ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അല്ലേ, നമുക്ക് ശരിയാണ്, ജോലി പോകുമ്പോൾ സാമ്പത്തിക ബാധ്യത ഉണ്ടാവും, മാനസികമായിട്ട് നമുക്ക് വിഷമം ഉണ്ടാവും, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അതിൻ്റെ പേരിൽ നമ്മൾ നമ്മുടെ ജീവൻ തന്നെ വേണ്ടാന്ന് വെക്കേണ്ടി വരുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന്. അതിലെനിക്ക് ആദ്യം പറയാനുള്ള പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഷെയറിങ്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരോട് നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ വിഷമങ്ങളോ പ്രയാസങ്ങളോ എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയാം. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലാവാം, നമ്മുടെ മക്കളോട്, മുതിർന്ന മക്കളാണെങ്കിൽ അവരോടാവാം, പാരൻസിനോടാവാം, അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സിനോടാവാം, അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാരോടാവാം. അങ്ങനെ നമ്മൾ അവരോട് തുറന്നു പറയുമ്പോൾ ഉണ്ടല്ലോ, നമ്മളെ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവർക്ക് വളരെയധികം പറ്റും. അത് വലിയൊരു കാര്യമാണ്. അവർ പറഞ്ഞു തരണ പല അഡ്വൈസും പല ടിപ്സും നമുക്ക് എടുത്തിട്ട് അത് ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആക്കി മാറ്റാൻ നമുക്ക് പറ്റും. പിന്നെ ഉള്ളത്, നമ്മൾ വിശ്വാസമുള്ളവരാണെങ്കിൽ മനസ്സ് തുറന്നുള്ളൊരു പ്രാർത്ഥന, അത് നമ്മുടെ മനസ്സിനെ ഒരുപാട് നമ്മളെ സമാധാനിപ്പിക്കാനും ശാന്താക്കാനും ഒക്കെ നമ്മളെ സഹായിക്കും. ഇപ്പോൾ പല ഇടത്തും ഭാര്യമാരും ഭർത്താക്കന്മാരും തമ്മിൽ അവരൊന്നും തുറന്നു പറയാത്തതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത്, ഭർത്താവ് വിചാരിക്കുമോ ഞാനിത് പറഞ്ഞാൽ അവൾക്ക് വിഷമാവുമല്ലോ, അപ്പോൾ അവളെ വിഷമിപ്പിക്കണ്ടല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ഭർത്താവ് ഇത് മനസ്സിൽ തന്നെ ഇങ്ങനെ ഇട്ട് അവസാനം ഈ ടെൻഷനെല്ലാം തന്നെത്താൻ അനുഭവിച്ച് അവസാനം വേറെ എന്തെങ്കിലുമൊക്കെ കണിതയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനേക്കാൾ നല്ലത്, ഓക്കെ എനിക്കൊരു ജോലിക്ക് പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ ബിസിനസ്സിൽ എനിക്കൊരു പാളിച്ച പറ്റി, ഭാര്യയോട് തുറന്നു പറയും, ഭാര്യ അറിയട്ടെ. ശരിയാണ്, ഭാര്യയ്ക്ക് വിഷമം ഉണ്ടാവും അത് കേൾക്കുമ്പോൾ. പക്ഷെ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് ഭാര്യയും ഭർത്താവും കൂടെ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ അവർ തമ്മിൽ ഡിസ്കസ് ചെയ്ത അതിന് തീർച്ചയായിട്ടും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ മക്കള്, കുറച്ച് പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായമായ മുതിർന്ന മക്കളുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ നമുക്ക് അവരോടും പറയാം. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് തന്നെ നമ്മുടെ മക്കളും വളരട്ടെ. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ള പോയിന്റ്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ചെലവ് ചുരുക്കി ജീവിക്കാനുള്ള ഒരു ശീലം. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവുമില്ല, വളരെ നോർമലായിട്ട് സ്മൂത്തായിട്ട് നമ്മുടെ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെയുള്ള സമയത്താണെങ്കിലും നമ്മുടെ വരുമാനത്തിന് ഒത്ത് ചിലവാക്കി ജീവിക്കാനായിട്ട് നമ്മൾ ശീലിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി പെട്ടെന്ന് ഒരു ദിവസം വന്നാലും നമുക്കത് വലിയൊരു സാമ്പത്തിക ബാധ്യതയായിട്ടൊന്നും തോന്നില്ല. നമ്മുടെ ചെലവുകൾ വരുമാനത്തിനേക്കാൾ കൂടുതലാവുമ്പോഴാണ് നമുക്ക് ഇതെല്ലാം വലിയ ബാധ്യതയായിട്ട് തോന്നി നമ്മൾ ഭയങ്കര എന്തെങ്കിലുമൊക്കെ കടുങ്കൈകളൊക്കെ ചെയ്യേണ്ടി വരുന്നത്. ശരിയാണ്, നമ്മളൊക്കെ സമൂഹ ജീവികളാണ്. നമ്മൾ സമൂഹത്തിനെ ഭയപ്പെട്ട് തന്നെയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു പ്രശ്നം വന്നാൽ നമ്മളൊന്ന് ഒതുങ്ങി ജീവിക്കാമെന്ന് വിചാരിച്ചാൽ തന്നെ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത്, അയ്യോ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കും, അങ്ങനെ ഒരു പേടിയുണ്ട്. നമ്മുടെ ദുരഭിമാനം കൊണ്ട് നമ്മളിതെല്ലാം മറച്ചു വെച്ച് ബാധ്യതകളുടെ മുകളിൽ ബാധ്യതകൾ എടുത്തു വെച്ച് അവസാനം ഇതൊന്നും നമുക്ക് തന്നെത്താനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വലിയൊരു പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം അങ്ങനെ ഒരു രീതിയിലേക്ക് പോവാതെ നമ്മൾ ചെലവ് കുരുക്കി ജീവിക്കാനായിട്ട് ശീലിക്കുക. ഓക്കെ, നമ്മുടെ വീട്ടിൽ കഞ്ഞിയും ചമ്മന്തിയും അച്ചാറും ഒക്കെ ഉള്ളൂ എന്ന് വെച്ചാൽ, പക്ഷെ അതും കഴിച്ച് സന്തോഷമായിട്ട് നമ്മൾ ജീവിച്ചു പോവുക. ഇതെല്ലാം തന്നെത്താനെ ശരിയാവും. ഇപ്പം നിങ്ങളൊക്കെ വിചാരിക്കണുണ്ടാവും, ഓ ഈ ചേച്ചിക്ക് ഇതൊക്കെ ചുമ്മാ ഇരുന്നങ്ങ് പറയാൻ എന്ത് സുഖമാണ്. അയ്യോ, ഞാൻ ചുമ്മാ ഇരുന്ന് പറയണതല്ല. ഞാൻ എൻ്റെ സ്റ്റോറിയിലേക്ക് വരാം.
2009 സാമ്പത്തിക മാന്ദ്യം നിങ്ങളൊക്കെ ഓർക്കണുണ്ടാവും അല്ലേ, റിസഷൻ സമയം. ആ സമയത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നവരാണ് ഞങ്ങൾ. അന്ന് ഞങ്ങളുടെ ജോലിക്കും പ്രശ്നമുണ്ടായി. അപ്പോൾ ജോലിയൊക്കെ പോയി പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ എന്ന് വെച്ചാൽ ആലോചിച്ച് നോക്ക്. ഫുൾ ബ്ലാക്ക്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആകെപ്പാട് ചെയ്യാൻ അറിയാവുന്ന അതുവരെ പോയിക്കൊണ്ടിരുന്ന ജോലി അത് ചെയ്യാൻ മാത്രമേ അറിയാം. അപ്പം അങ്ങനെയുള്ള ഒരു പ്രതിസന്ധി തരണം ചെയ്തവരാണ് ഞങ്ങളും. അന്ന് വളരെയധികം ഞങ്ങളും പതറിപ്പോയി. അപ്പം അന്ന് അപ്ലൈ ചെയ്ത 2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞത്. അപ്പം അന്ന് ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ താമസിച്ചുകൊണ്ടിരുന്ന വീടൊക്കെ ഒന്ന് മാറി ഒരു ചെറിയ വീട്ടിലേക്കൊന്ന് മാറി താമസിക്കേണ്ടി വന്നു. അപ്പം അങ്ങനെ കുറച്ച് നാൾ ഏകദേശം 1 വർഷത്തോളം അങ്ങനെ താമസിക്കേണ്ടി വന്നു കേട്ടോ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ സാമ്പത്തിക മാന്ദ്യം ലോകത്തെ മുഴുവൻ ബാധിച്ചൊരു കാര്യമായിരുന്നല്ലോ. അപ്പോൾ ഈ വലിയ വലിയ കമ്പനികളൊക്കെ അവരുടെ കോസ്റ്റ് കട്ടിന് വേണ്ടിയിട്ട് നമ്മളെപ്പോലെയുള്ള ചെറിയ ആൾക്കാരൊക്കെ സമീപിക്കാൻ തുടങ്ങി. ഞങ്ങൾ അഡ്വർടൈസിങ് ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കമ്പനികളൊക്കെ അവരുടെ കോസ്റ്റ് കട്ടിന് വേണ്ടി ഞങ്ങളുടെ അടുത്ത് വന്നു. നമുക്കത് വലിയ കാര്യമാണ് അന്ന്. ഓക്കെ, അപ്പോൾ ഈ ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ അവരുടെ വർക്കുകളൊക്കെ ചെയ്ത് അങ്ങനെ കുറച്ച് നാൾ ഒരു വർഷത്തോളം അങ്ങനെ പോയി. വിത്തിൻ 1 ഇയർ നമുക്ക് ബാക്ക് ടു നോർമൽ ലൈഫ് വരാൻ പറ്റിയിട്ടോ. പക്ഷെ അന്ന് ഞങ്ങൾ ഒരു പിള്ളേരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മാത്രം കോംപ്രമൈസ് ചെയ്തില്ലായിരുന്നു. അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നപ്പോഴും ബാക്കി എവിടെയൊക്കെ നമുക്ക് ചുരുക്കാൻ പറ്റുമായിരുന്നു അവിടെയൊക്കെ ചുരുക്കി തന്നെയാണ് ജീവിച്ചത്. അപ്പോൾ എനിക്ക് എന്താ നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നല്ല ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഇരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക, തളരാതിരിക്കുക. ഇതുപോലെയുള്ള പല അവസരങ്ങളും നമ്മളെയൊക്കെ തേടി വരാം. എൻ്റെ ക്യാപ്ഷനിൽ പറഞ്ഞതുപോലെ തളരരുത് രാമൻകുട്ടി, തളരരുത്. അടുത്ത വീഡിയോയിലൂടെ കാണാം എന്നുള്ള പ്രതീക്ഷയോടെ ബൈ.